ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പരിപാടിക്ക് നമ്മുടെ മസ്ട്രോളിൽ ഒപ്പിട്ടതിന് ശേഷം പോകാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം എല്ലാ മേറ്റുമാർക്കും അതോടൊപ്പം തന്നെ NREGSന്റെ ഓഫീസിൽ AE അടക്കമുള്ളവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുന്നയിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും CPMന്റെ ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് പോകുന്ന സൗകര്യത്തിനാണ് ഇന്ന് സൈറ്റുകളിൽ പണി വയ്ക്കാത്തതെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്, ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ ഉൾക്കൊള്ളുന്ന CPI എന്ന് പറയുന്ന സംഘടന പോലും ഉള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒന്നിനും തന്നെ മസ്ട്രോളിൽ ഒപ്പിട്ടതിന് ശേഷം പോകാൻ പാടില്ല എന്ന് കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പഞ്ചായത്ത് ജോലി നിർത്തിവെക്കാൻ ഒരു നിർദ്ദേശവും ഇതുവരെയും കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു നിർത്തിവെച്ചുകൊണ്ട് ഇന്ന് സമരത്തിൽ പങ്കെടുത്താൽ അത്തരം തൊഴിലാളികൾക്കെതിരെ അല്ലെങ്കിൽ മേറ്റിനെതിരെ, നിർവഹണ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കുമോ? അതായത് ഇപ്പോൾ പഞ്ചായത്ത് എന്ന നിലയിൽ, ഇപ്പോൾ സെക്രട്ടറി നമ്മളോട് പ്രതികരിച്ചായിരുന്നു, പഞ്ചായത്ത് എന്ന നിലയിൽ യാതൊരു നിർദ്ദേശവും തൊഴിൽ നിർത്തിവെക്കാൻ നൽകിയിട്ടില്ല. എന്നാൽ ഇന്ന് തൊഴിൽ ഒരു സ്ഥലത്ത് നടക്കുന്നില്ല എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ പഞ്ചായത്തിന്റെ അനുമതി ഇല്ലാതെ ഈ തൊഴിൽ ഇല്ലാതാക്കിയ നടപടിക്കെതിരെ നിർവഹണ ഉദ്യോഗസ്ഥൻ, മേറ്റ് എന്നിവരോട് വിശദീകരണം ചോദിക്കുന്നു. അല്ല, തൊഴിൽ ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഓഫീസിൽ നിന്ന് തൊഴിൽ ഇല്ലാതാക്കി എന്നുള്ളതിന് നമുക്ക് തെളിവ് വേണ്ടേ? അവര് നിയമപ്രകാരം എന്തെങ്കിലും ഓർഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് മേറ്റുമാർക്ക് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ നമ്മുടെ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലല്ലേ നമ്മൾ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നടപടിയെടുക്കും. തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിനി കുഞ്ഞാണ് ഇക്കാര്യത്തിൽ പ്രതികരിച്ചത്. CPM ചടയമംഗലം ഏരിയ സമ്മേളനം ഇന്ന് അവസാനിക്കാനിരിക്കെ തൊഴിലിടങ്ങളിലും തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെ പഞ്ചായത്തിൽ നിന്ന് അധികാരികളോ ഇല്ലെങ്കിൽ ഇതിന്റെ മേറ്റിനോടോ കാര്യങ്ങൾ വിശദീകരണം ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ അങ്ങനെ ഒരു വിശദീകരണമല്ല, അല്ലാതെ തന്നെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിലുറപ്പ് സൈറ്റുകളിലുള്ളവർക്ക് സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആൾക്കാർ കാണുമായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ ആ പരിപാടിക്ക് പങ്കെടുക്കണമായിരിക്കാം. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ആൾക്കാർ ഈ സൈറ്റുകളിൽ നിന്ന് പോകാൻ വേണ്ടി നേരത്തെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തന്നെ ഞാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തു, ഒരു തൊഴിലാളി പോലും നമ്മുടെ മസ്ട്രോളിനകത്ത് ഒപ്പിട്ടിട്ട് ഒരു പാർട്ടി പരിപാടിക്കും, ഈ പാർട്ടി പരിപാടിക്കെന്നല്ല ഒരു പാർട്ടി പരിപാടിക്കും പോകാൻ പാടില്ല. അവർക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ ജോലിക്ക് വരാതെ ഒപ്പിടാതെ അവർക്ക് ആ പരിപാടിക്ക് പോകാമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി ജോലിക്ക് എത്താത്തതാണോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മസ്ട്രോൾ പരിശോധിച്ചായിരുന്നു ഇന്നത്തെ മസ്ട്രോളിൽ ആരും ഒപ്പിട്ടിട്ടില്ല. ഇന്നിപ്പോ അവർക്ക് ജോലി ചെയ്യാം. ഞങ്ങൾ ആരുടെ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. മസ്ട്രോൾ നിലവിൽ ലൈവാണ്, അവർക്ക് ജോലി ചെയ്യാം. അപ്പോൾ പഞ്ചായത്ത് ഭരണസമിതി അങ്ങനെ ആരെയും നിർബന്ധിച്ച് അവധിയെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്നാണല്ലോ? ഒരിക്കലുമില്ല. നിർബന്ധിച്ച് ആരെയും ജോലി ഇന്നിപ്പോ സ്വാഭാവികമായിട്ടും മസ്ട്രോൾ ഉള്ള സമയത്ത് ഒരു പഞ്ചായത്ത് ഭരണസമിതി ജോലി അവരുടെ അടുത്ത് ചെയ്യരുതെന്ന് പറയാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചടയമംഗലം ഗ്രാമപഞ്ചായത്തും പറഞ്ഞിട്ടില്ല. പിന്നെ അതാത് വാർഡ് മെമ്പർ, നിങ്ങൾക്കറിയാമല്ലോ, നാല് വാർഡുകളിലോളം പ്രതിപക്ഷ അംഗങ്ങളാണ് ഭരിക്കുന്നത്. എന്തുകൊണ്ട് ആ ജനപ്രതിനിധികൾക്ക് ആ വാർഡിൽ ജോലി വയ്ക്കാമല്ലോ? ഞങ്ങൾ പഞ്ചായത്തിൽ നിർദ്ദേശം കൊടുത്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ പഞ്ചായത്തിന്റെ അറിവോടല്ല ഇത്തരത്തിൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളികൾ വിട്ടുനിൽക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, പഞ്ചായത്ത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തിട്ടില്ല. ചടയമംഗലം ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങൾ നടത്തുന്ന പ്രതിഷേധ ധർണയിൽ അവർ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ഇത്തരത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളെയോ ഹരിതകർമ്മ പ്രവർത്തകരെയോ നിർബന്ധിത തൊഴിൽ രംഗത്തുനിന്ന് മാറി നിൽക്കണമെന്നോ അവധി നൽകുന്നതോ പഞ്ചായത്ത് ഭരണസമിതി അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. തൊഴിലാളികളായാലും മറ്റു പ്രവർത്തകരായാലും സംഘടനാ രംഗത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അവധിയെടുക്കേണ്ടി വന്നാൽ അവർക്ക് അവധിയെടുക്കാനുള്ള അവകാശമുണ്ട്. അത്തരത്തിൽ അവധിയെടുത്ത് ആയിരിക്കും ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രകടനങ്ങളിലും പങ്കെടുക്കുന്നത്. അത് നിയന്ത്രിക്കുവാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല. ആരെങ്കിലും നിർബന്ധിതമായി ഈ തൊഴിലുറപ്പ് രംഗത്തുനിന്ന് മാറി നിന്നിട്ടുണ്ട് എങ്കിൽ
അത് പരിശോധിച്ച് വേണ്ടുന്ന നടപടികൾ കൈക്കൊള്ളുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും സാക്ഷി ടിവിക്ക് വേണ്ടി ഗോപൻ മുദ്ര. തുടർന്ന് പഞ്ചായത്ത് ഓഫീസ് മുന്നിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ എന്നുള്ള നിലയിൽ BJPയുടെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ ഇത്തരത്തിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തുതന്നെയായാലും ഇത്തരത്തിലുള്ള നടപടികൾ പഞ്ചായത്തിലെ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ അവർ അംഗീകരിക്കില്ല. ശക്തമായ സമരവും അതുപോലെ തന്നെ അധികാരികളുടെ മുന്നിൽ ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കും എന്നു തന്നെയാണ് അവർ സാക്ഷി ടിവിയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. സമരമുഖത്തു നിന്നും സാക്ഷിക്ക് വേണ്ടി ഗോപൻ മുദ്ര. തൊഴിലുറപ്പ് സൈറ്റിലെ മേറ്റുമാരുമായിട്ട് ബന്ധപ്പെടുന്നത് അവിടെ ഓവർസിയർമാരോ അല്ലെങ്കിൽ അവിടെയുള്ള AEO ആണ്. ഈ AEO ആണ് വിളിച്ച് എല്ലാ